ഹലോ നമസ്കാരം എല്ലാവർക്കും ചേസി ഡ്രീംസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ സിന്ധു നദീജല കരാറിനെ പറ്റിയാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരാക്രമണം നടന്നു. നമ്മൾ എല്ലാവരും അത് അറിഞ്ഞതാണ്. അപ്പോൾ ആ ഭീകരാക്രമണത്തോടനുബന്ധിച്ച് ഇന്ത്യ ഒരു തിരിച്ചടി എന്ന വണ്ണം ആദ്യം നൽകിയത് എന്താണ്? നമ്മുടെ ഈ സിന്ധു നദീജല കരാർ പിൻവലിക്കുകയാണ്. 1960 സെപ്റ്റംബർ 19 ഇത്തരമൊരു കരാർ ഒപ്പുവെക്കുന്നത്. നമ്മുടെ 1958 ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി തർക്കത്തോടനുബന്ധിച്ചൊക്കെയാണ് ഈ 60 ഇത്തരമൊരു കരാറൊക്കെ ഒപ്പുവെക്കുന്നത്. അപ്പോൾ ഈ കരാറുമായി ബന്ധപ്പെട്ട് ബേസിക്കലി നമുക്ക് എന്താണ് അറിഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ഈ സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത്? അപ്പോൾ എന്താണ് സിന്ധു നദീജല കരാർ എന്ന് നോക്കാം. അപ്പോൾ സിന്ധു നദിയിലെയും അതിൻ്റെ 5 പോഷക നദികളിലെയും ഏതൊക്കെയാണ് സിന്ധുവിൻ്റെ 5 പോഷക നദികൾ ഏതൊക്കെയാണ്? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് തുടങ്ങി 5 പോഷക നദികൾ മാത്രമല്ല സിന്ധു നദിയും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ കരാർ വരുന്നത്. അപ്പോൾ സിന്ധു നദിയിലെയും അതിൻ്റെ 5 പോഷക നദികളിലെയും ജലം രാജ്യങ്ങൾക്കിടയിൽ വിഭജിക്കുന്നതിനായി 1960 ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും ഒപ്പുവെച്ച കരാറാണ് നമ്മുടെ സിന്ധു നദീജല കരാർ. അപ്പോൾ ആരൊക്കെയാണ്? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന അയ്യൂബ് ഖാനും ഒപ്പുവെച്ച കരാറാണ് സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കരാർ പ്രകാരം പടിഞ്ഞാറൻ നദികളായ ഇൻഡസ്, ചലം, ചിനാബ്, സിന്ധു, ചലം, ചിനാബ് ഏതാണ്? പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചലം, ചിനാബ് പാകിസ്ഥാനും കിഴക്കൻ നദികളായ രവി, ബിയാസ്, സത്ലജ് ഇന്ത്യക്കുമായിട്ട് വീതിച്ചു നൽകി. അപ്പോൾ കൃത്യമായി ഓർത്തിരിക്കുക, പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചലം, ചിനാബ് പാകിസ്ഥാനും രവി, ബിയാസ്, സത്ലജ് ഇന്ത്യക്കുമായിട്ടാണ് വീതിച്ചു നൽകിയത്. അതേസമയം ഓരോ രാജ്യത്തിനും അതത് രാജ്യത്തിന് അനുവദിച്ചിരിക്കുന്ന നദികളിൽ ചില ഉപയോഗങ്ങൾ കരാർ അനുവദിച്ചു. അതായത് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുകൾക്ക് സ്റ്റാർട്ട് ചെയ്യുക, ഡാമുകളൊക്കെ നിർമ്മിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അനുമതി കൂടി എന്തുവഴി കിട്ടുന്നു? ഈ സിന്ധു നദീജല കരാർ വഴി ലഭിക്കുന്നു. സിന്ധു നദിയിലെ ജലത്തിൻ്റെ 20% ഇന്ത്യക്കും 80% പാകിസ്ഥാനും നൽകുന്നതാണ് കരാർ. നമുക്കറിയാം സിന്ധു നദി വളരെ കുറച്ചു ദൂരം മാത്രമാണ് നമ്മുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ബാക്കി അതിൻ്റെ കൂടുതൽ ഭാഗവും ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ്. അപ്പോൾ ഈ നദിയുടെ 80% ജലം ഉപയോഗിക്കുന്നത് ആര് തന്നെയാണ്? പാകിസ്ഥാൻ തന്നെയാണ്. 20% ഇന്ത്യ ഉപയോഗിക്കുന്നത്. കൂടാതെ ഇതിന് മധ്യസ്ഥത വഹിച്ചത്, ഈ കരാറിന് 1960 സെപ്റ്റംബർ 19 ഒപ്പുവെച്ച ഈ കരാറിന് മധ്യസ്ഥത വഹിച്ചത് നമ്മുടെ വേൾഡ് ബാങ്ക് ആണ്. അതുകൂടി ഒന്ന് ഓർക്കുക. അപ്പോൾ 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. കൂടാതെ പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചലം, ചിനാബ് പാകിസ്ഥാനും രവി, ബിയാസ്, സത്ലജ് തുടങ്ങി കിഴക്കൻ നദികൾ ഇന്ത്യക്കും വീതിച്ചു നൽകുന്നതായിരുന്നു ഈ കരാർ. ഇതിന്റെ ഭാഗമായിട്ട് 20% നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ചിരുന്നത്. ബാക്കി 80% ജലവും പാകിസ്ഥാനാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട് ചില ഡാമുകളൊക്കെ നമ്മുടെ ഇന്ത്യ ഈ നദികളിലൊക്കെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും ഈ കരാറിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് നമ്മൾ ഉടനെ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും താങ്ക്